2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി മരണപ്പെടാനുണ്ടായ സാഹചര്യം വളരെ അതീവ ദുഃഖത്തോടു കൂടിയാണ് കേരള സമൂഹം നോക്കിക്കാണുന്നത്. ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള തകർച്ചയുടെ അവസാനത്തെ ഉദാഹരണമായിട്ടാണ് ഈ സംഭവത്തെ കാണുന്നത്. സർക്കാരിൻ്റെ കീഴിലുള്ള ആശുപത്രി, ആരോഗ്യ മേഖലയിലുള്ള ആശുപത്രികളിൽ ഇതൊരു നിത്യ സംഭവമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളിൽ പോകാൻ ഭയന്നിട്ടാണ് ആൾക്കാർ സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികളെ സമീപിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇന്നലെ കാട്ടാക്കടയിൽ വെറും 2 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി, ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആ കുട്ടിക്ക് മരുന്ന് മാറി ഇഞ്ചക്ഷൻ എടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് ആരോഗ്യ മേഖലയിൽ കേരളത്തിലെ ഒരു ആശുപത്രിയിലും പാവപ്പെട്ട ജനങ്ങൾക്ക് ചികിത്സ തേടി എത്താൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പോൾ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരു സർക്കാർ ആശുപത്രിയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ സ്ത്രീയുടെ വയറ്റിൽ കത്രിക കണ്ടെത്തിയ സംഭവമാണ്. പക്ഷേ അത് ആ ഡോക്ടർ പറഞ്ഞത് 50 വർഷം കത്രിക ഇരുന്നാൽ പോലും ഒന്നും സംഭവിക്കില്ല എന്നാണ്. ഇപ്പോൾ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായാൽ ഒരു കത്രിക ഫ്രീ ആയി അവരുടെ വയറ്റിൽ സൂക്ഷിക്കുന്ന സമീപനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് പൈസ ഇല്ലാതിരുന്നിട്ടും ചികിത്സ തേടി സർക്കാർ ആശുപത്രിയിൽ പോകാൻ ഭയന്നിട്ടാണ് ഇത്തരം സ്വകാര്യ ആശുപത്രികളിൽ അവർ എത്തിച്ചേർന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് സർക്കാരിൻ്റെ ഒത്താശയോട് കൂടിയിട്ടാണ് ഈ സ്വകാര്യ ആശുപത്രികൾ തഴച്ചു വളരുന്നത്. ഇവിടെ ഇത് ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ആര്യനാട് പ്രദേശത്തെ ഒരു യുവാവ് ആക്സിഡൻ്റായി ഇവിടെ എത്തിച്ച സമയത്ത് 1.5 മണിക്കൂർ യാതൊരു ചികിത്സയും കൊടുക്കാതെ ആ യുവാവിനെ ഈ ആശുപത്രിയിൽ കിടത്തിയിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ ഓരോ സംഭവങ്ങൾ വരുമ്പോഴാണ് പുതിയ പുതിയ സംഭവങ്ങളുടെ ചുരുളി അഴിയുന്നത്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയോടുള്ള തികഞ്ഞ അനാസ്ഥയാണ്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ തകർത്തു കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് സർക്കാർ ആശുപത്രികളിൽ പോകാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ്, അവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൈവറ്റ് ആശുപത്രികളിൽ ജനങ്ങൾ എത്തിച്ചേരുന്നത്. ഇത് സർക്കാർ മാർക്സിസ്റ്റ് പാർട്ടി, കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രൈവറ്റ് ആശുപത്രികൾ കേരളത്തിൽ കൂടുകൾ പോലെ തഴച്ചു വളരുന്നത്. പാവപ്പെട്ടവന് ചികിത്സ കൊടുക്കാൻ സർക്കാർ ആശുപത്രിയിൽ പോകാൻ സാധിക്കില്ല. കാരണം സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ അവൻ്റെ ജീവന് ഒരു സുരക്ഷയില്ല. അങ്ങനെ സർക്കാർ ആശുപത്രികൾ ജനങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്
മാർക്സിസ്റ്റ് പാർട്ടിയും സർക്കാരും നടത്തുന്ന ഗൂഢാലോചനയാണ് ഇത്തരം ആശുപത്രികൾ തഴച്ചു വളരുന്നത്. ശക്തമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. പാവപ്പെട്ട ഒരു കുരുന്നു കുട്ടിയുടെ ജീവനാണ് ഇവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്.